ചെല്ല് ചാച്ചി. ഞാൻ പറഞ്ഞു ഒരു വിധത്തിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തേക്കണം, നശിപ്പിക്കില്ലേ? നശിപ്പിക്കില്ല. എടുത്തിട്ട് ഇവിടെ മുഴുവൻ നമ്മൾ ഫുൾ വിജിലന്റ് ആയിരിക്കണം. വിജിലന്റോ? നിരീക്ഷണത്തിലായിരിക്കും. അപ്പൊ പിന്നെ സൂക്ഷിച്ചും കൊണ്ടൊക്കെ നടന്നോണം ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അഭിനയിക്ക് അറിഞ്ഞൂടെന്ന് അറിയാം, നശിപ്പിക്കല്ലേ. ഇവിടെ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ആക്ടിങ് ചെയ്യണത് ഞാനാണ് കേട്ടോ. തന്നെ കമത്തി എടുത്തിട്ട് കയ്യെടുത്തറൂ, ഫീൽ കൂടി. അയ്യോ അയ്യോ കാലിലും തെറ്റി, കാലിന് കുഴപ്പമൊന്നുമില്ല. കയ്യെല്ലാം ഒടിഞ്ഞേ, പിന്നെ ഞൊണ്ടെന്തിന്? നീ വാ. ഇത് നശിപ്പിച്ച് കൈയിട്ടരും. കാണുന്നില്ലല്ലോ ആരും. നോക്കാം. സൂക്ഷിച്ച് അയ്യോ അളിയാ, അയ്യോ അമ്മൂമ്മ, അത് എന്റെ പൊന്നളിയ ഒന്നും പറയണ്ടായത്. എന്റെ പൊന്നമ്മൂമ്മ ഒന്നും പറയണ്ട. നമ്മള് വണ്ടി പോവായിരുന്നു, അപ്പൊ ഒരു പൂച്ച കുറുക്ക ചാടി. ഞാൻ ബ്രേക്ക് അങ്ങ് പിടിച്ച്, ചേച്ചിക്ക് വെയിറ്റ് ഇല്ലാത്തോണ്ട് ചേച്ചി തെറിച്ചങ്ങ് പോയി കൈകുത്തി കൈ ഒടിഞ്ഞു. പിന്നെ ഇതാ എക്സ്റേ ഒക്കെ എടുത്ത്. അത് ഞാനാ പറഞ്ഞ വിളിച്ച് പറയണ്ടായിരുന്നു. വെറുതെ നിങ്ങൾ എല്ലാരും കൂടെ ടെൻഷൻ അടിക്കില്ലേ. എന്റെ ലച്ചു എന്നാലും ഒന്ന് വിളിച്ച് പറയണ്ടേ ഇങ്ങോട്ട്. പോട്ടമ്മ പറ്റിപ്പോയി. വെറുതെ വയ്യായിരിക്കുന്ന ഒരാളെ എങ്ങനെ വഴക്ക് പറയണോ? ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്നാ വന്നേ. കൈ ഒടിഞ്ഞെന്ന് പറഞ്ഞു. ഒടിഞ്ഞെന്ന് പറഞ്ഞു. അത് പ്ലാസ്റ്റർ അല്ലല്ലോ. ഒടിഞ്ഞെന്ന് പറഞ്ഞ അങ്ങനെയല്ല, ഒരു ചെറിയ മറ്റേ ഹെയർലൈൻ ഫ്രാക്ചർ ഉണ്ടല്ലോ, അപ്പൊ അത്രേ ഉള്ളൂ എന്നാ പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് പ്ലാസ്റ്റർ ഉണ്ടാ ജസ്റ്റ് ഒന്ന് ഇതേപോലെ അവര് ചെയ്തു തന്നെ. അപ്പൊ ഒരു മിനിമം ഒരു മൂന്നാഴ്ചയിലും കുറഞ്ഞ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. വേദനിക്കുന്നുണ്ടോ? നല്ല രീതിക്ക് വേദനിക്കുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യ്, വന്ന് റെസ്റ്റ് എടുക്കാൻ നോക്കുക. എനിക്ക് കിടക്കണം, ഇരുന്നാ മതി. ശ്രദ്ധിച്ചിരിക്കട്ടോ. അതെ, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. அதுக்கு என்ன ஃப்ரிட்ஜ்ல ஃப்ரெஷ் ஜூஸ் இருக்கு, இப்ப வேணா. വേണ്ട ഞാൻ എടുത്തോളാം. കുട്ടി പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്താ നിങ്ങൾ ചിരിക്കുന്നേ? ഞങ്ങള് ചിരിച്ചല്ല, ഈ ബൈക്കിൽ നിന്ന് വീണിട്ടേ പല്ലിനും ചെറിയൊരു വേദന. അതെ, പിന്നെ ഇത്രയല്ലേ പറ്റുള്ളൂ, അത് ആശ്വസിക്കുകയായിരുന്നു. ഡോക്ടർ പറഞ്ഞതുപോലെ 3 ആഴ്ച റെസ്റ്റ് എടുക്കണേ. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. എന്നാ പിന്നെ അമ്മമ്മേന്റെയും പൊക്കും, ഞാൻ അവിടെ ഇരുന്നോളാം. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മക്കൾ വിളിക്കണേ. വിളിക്കാം. പിന്നെ അവിടെ കുഴപ്പമില്ല അമ്മമ്മ, കേശുവൊക്കെ ഉണ്ടല്ലോ. ആരും വേണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിലേ എന്റെ ലക്ഷ്യം ഞാൻ നോക്കോളാം. പൊക്കോ. ഗ്ലാസ് നോക്ക്. ഇനി വേണോ? കുറച്ച്. ലക്ഷ്യം നല്ല വേനുണ്ടോടാ? കിഴങ്ങൻ ഓടിക്കാനും അറിയത്തില്ല. പൂച്ചയെടുത്ത് പറയാതെ വട്ടം ചാടല്ലെന്ന്. അതെ, എനിക്കൊന്ന് ഫ്രഷ് ആവണമെന്നുണ്ട്. എന്റെ ഡ്രസ്സ് ഒന്ന് എടുത്ത് നോക്കും. ഡ്രസ് എവിടെ നിന്ന് എടുത്ത് വെക്കണ്ടേ? അവിടെ പുറത്ത് അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു, അതിൽ എടുത്താ മതി. ഞാൻ എടുത്ത് വെക്കാം. പിന്നെ ആരെടുത്ത് വെക്കാൻ? അയ്യോ സോറി. എന്താ ശ്രദ്ധിക്കല്ലേ? എങ്ങനെയുണ്ട്? കൊള്ളാം. അതെ ഐഡിയ. എടാ ചോദിക്കാൻ വിട്ടുപോയി. കിഴങ്ങൻ നിനക്കൊന്നും പറ്റില്ലടാ. വണ്ടി ഓടിച്ചത് ഞാനാണല്ലോ. പിന്നെ ചേച്ചി വെയിറ്റ്ലെസ് ആയതുകൊണ്ട് തെറിച്ചങ്ങ് പോയതാ. അതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല.
നീ നിന്റെ കാര്യം അങ്ങ് നോക്കി എന്റെ ലെക്ചേഴ്സിനെ അങ്ങ് മൈൻഡ് ചെയ്തില്ല അല്ലേ? എന്തോന്നടേ ഇത്? ഇല്ല പക്ഷെ അവരെ എനിക്ക് ഹേർട്ട് ആവാത്തില്ല, ഹാർട്ടായിട്ടില്ല. എന്താ നന്ദിയുണ്ട് ഓ ഒരുപാട്. വേണമെങ്കിൽ പകുതി പിടിച്ചോ. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ആക്ടിങ് കളയാൻ നിൽക്കരുത്. ആ ആ ഒള്ളൂല്ല ഇതില് കുഴപ്പമില്ല, സ്നേഹത്തോടെ തയ്ക്കുന്നല്ലേ. എക്സ്റേ ഇരിക്കട്ടെ, കൈ പിടിച്ചോ, കുറച്ചൊരു സിമ്പതി വരും, നശിപ്പിക്കില്ലേ. എന്റെ പൊന്നു ലെക്ചേഴ്സേ, ഒന്നും പറയണ്ട. ഞാനേ തുണി എടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴേ തുണി അലക്കിയിട്ടില്ലായിരുന്നു, ബക്കറ്റ് കിടക്കുമായിരുന്നു. പിന്നെ നിനക്കിടാൻ വേണ്ടിയിട്ടുള്ള ഈ തുണി ഞാൻ ഒരു വിധത്തിൽ അലക്കി ഉണക്കി എടുത്തതാ. പക്ഷേ തേച്ചിട്ടിട്ടാ മതി. ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടാ എനിക്കാ? ഞാനല്ലാതെ പിന്നെ ആരടി? ശരിയാ. ലെക്ചേഴ്സേ, നിനക്ക് വേദനിക്കുന്നുണ്ടോ ഇപ്പൊ? വേദനയുണ്ട്. ഒരു കാര്യം ചെയ്യ്, നിക്കണ്ട, റെസ്റ്റ് എടുത്തോ. ഇല്ല അത് കുഴപ്പമില്ല, എനിക്കിങ്ങനെ സിദ്ധുവിന്റെ കൂടെ നിന്നാ മതി. ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഇല്ലേടി. അതും മതി, ഇനി തേക്കണ്ട. നനവില്ല. ഓക്കെ ഓക്കെ. പയ്യെ പയ്യെ തന്നേരെ. ലെക്ചേഴ്സേ, എന്നാലും ഹോസ്പിറ്റലിൽ പോയപ്പോ എന്നെ ഒന്ന് വിളിച്ച് പറയായിരുന്നു. കേശു പറഞ്ഞതാ നിന്നെ വിളിച്ച് പറയാവുന്ന. അപ്പൊ ഞാനാ പറഞ്ഞ വെറുതെ ചുമ്മാ ടെൻഷൻ ആക്കണ്ടല്ലോ എന്ന്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ശരി ലെക്ചേഴ്സേ.